ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിച്ച കേന്ദ്രങ്ങളിൽ വൈകാതെ ആക്രമണമുണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ്. 11ാം ദിവസവും ഇറാനിൽ അതിശക്തമായ സൈനിക നടപടിയാണ് US നടത്തിയത്. ഇറാൻ തുറമുഖങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഉപരോധവും ശക്തമായി തുടരുകയാണ് അമേരിക്ക. ഇറാനിൽ 11ാം ദിവസവും ശക്തമായ ആക്രമണമാണ് അമേരിക്ക നടത്തിയത്. ഹോർമൂസ് സുരക്ഷിതമാക്കുകയാണ് സൈനിക നടപടിയുടെ ലക്ഷ്യമെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാൻ സൈനിക സംവിധാനങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഇന്നും കേന്ദ്രീകരിച്ചത്. ഇറാനിലെ തുറമുഖങ്ങൾക്കെതിരായ ഉപരോധവും ശക്തമായി നടപ്പാക്കുകയാണ് US സെൻട്രൽ കമാൻഡ്. 8 കപ്പലുകൾ ഇന്നലെ വരെ തിരിച്ചയച്ചു. ഒരു കപ്പലിനെതിരെ യാത്ര തുടരാനാകാത്ത വിധം സൈനിക നടപടി സ്വീകരിച്ചെന്നും സെൻട്രൽ കമാൻഡ് വിശദീകരിക്കുന്നുണ്ട്. സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിച്ച ഇറാൻ കേന്ദ്രങ്ങളിൽ വൈകാതെ ആക്രമണമുണ്ടാകുമെന്നും ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പും നൽകുന്നു. You're talking about the centrifuges. Yeah, it doesn't mean anything unless they have the material. They don't have. We follow the material. That's where the action is, and we'll be hitting that area probably pretty soon. And there's not a thing they can do about it. Normally I wouldn't say that. If I thought they could do something about it, I would never say that. But we'll be hitting that area pretty soon, and very heavily. 480 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ കൈവശമുണ്ടെന്നാണ് കണക്ക്. അന്താരാഷ്ട്ര ആറ്റമിക് എനർജി ഏജൻസിയുടെ പരിശോധന അനുവദിക്കില്ലെന്ന ഇറാന്റെ നിലപാടും സമാധാന ധാരണയിലെ വ്യവസ്ഥകൾ സസ്പെൻഡ് ചെയ്ത് നീക്കവും കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ USനെ പ്രേരിപ്പിക്കുകയായിരുന്നു. ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളെ അപലപിച്ചിരുന്നു. USുമായുള്ള സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇറാൻ ഇത് ആദ്യമായാണ് വലിയ തോതിൽ ഒറ്റപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.